ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഗോബി മഞ്ചൂരിയൻ. ഇൻഡോ ചൈനീസ് റെസ്റ്റോറൻറ്റ് മെനൂസിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള വെജിറ്റേറിയൻ ഡിഷാണ് ഗോബി മഞ്ചൂരിയൻ. ഉണ്ടാക്കാൻ വളരെ സിമ്പിൾ ആണെങ്കിലും കുറച്ച് ടിപ്സ് ഫോളോ ചെയ്താലേ ആ നല്ല റെസ്റ്റോറൻറ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ആദ്യം 1 മുതൽ 1.25 കിലോ കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. ഒരു വലുത് അല്ലെങ്കിൽ 2 മീഡിയം സൈസ്ഡ് ചെറിയ ഫ്ലോററ്റ്സ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് നന്നായിട്ട് റിൻസ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചെറിയ സൈസ് ആയിരിക്കണം. വലിയ ഫ്ലോററ്റ്സ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഗോബി മഞ്ചൂരിയൻ നന്നാവില്ല, ഒരുപാട് സോഗി ആയിട്ടിരിക്കും. കോളിഫ്ലവർ ഒന്ന് ലൈറ്റ്ലി മാരിനേറ്റ് ചെയ്യണം. ഇതിനുവേണ്ടി 4 ടേബിൾ സ്പൂൺ ലൈറ്റ് സോയ സോസ്, 2 ജനറസ് ടീസ്പൂൺ വെളുത്തുള്ളി കൊത്തിയരിഞ്ഞത്, 1 ജനറസ് ടീസ്പൂൺ ഇഞ്ചി കൊത്തിയരിഞ്ഞത്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു നുള്ളുപ്പ്. റെസ്റ്റോറൻറ്റ്സിൽ ഈ സ്റ്റേജിൽ കുറച്ച് അജിനമോട്ടോ MSGയും കൂടി ചേർക്കും, അത് ഓപ്ഷണലാണ്. ഇനി കോളിഫ്ലവർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ടോസ് ചെയ്യുക. ഇതാണ് ഇത് മാരിനേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ്. ഒരു 20 മിനിറ്റ് ഇത് മാറ്റി വയ്ക്കാം. ഇനി ആവശ്യമുള്ളത് ഒരു മീഡിയം സൈസ് സവാള കൊത്തിയരിഞ്ഞത്, നന്നായി കൊത്തിയരിഞ്ഞ് അത് മാറ്റി വയ്ക്കാം. പിന്നെ 2 മീഡിയം സൈസ് സവാള വേറെ വേണം, ഇത് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ 1-2 ടേബിൾ സ്പൂൺ വീതം പച്ചമുളക്, ഇത് മൈൽഡ് ഗ്രീൻ ചില്ലീസാണ് യൂസ് ചെയ്യുന്നത്. ഇതുപോലെയാണ് സ്ലൈസ് ചെയ്ത് വെക്കുന്നത്. ബാറ്റർ ഉണ്ടാക്കാൻ 1 കപ്പ് മൈദ, 1/2 കപ്പ് കോൺഫ്ലവർ, ഇതിലേക്ക് 1 മുതൽ 1.25 കപ്പ് വരെ വെള്ളം ഒഴിക്കാം. ആദ്യം ഒരു 1/4 കപ്പ് ഒഴിച്ചാൽ മതി. മിക്സ് ചെയ്ത് കൊടുക്കാം, കാരണം ഒട്ടും വെള്ളം കൂടരുത്, ചിലപ്പോൾ ഈ വെള്ളം മുഴുവൻ ആവശ്യം വരില്ല. ഒരു സെമൈ തിക്ക് ബാറ്ററാണ് നമുക്ക് വേണ്ടത്, ഒട്ടും കട്ടകളൊന്നുമില്ലാണ്ട്. ഇതുപോലെ ഇങ്ങനെ ബീറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒറ്റയടിക്ക് കൂടുതൽ വെള്ളം ഒഴിച്ചാൽ ഇത് ലൂസായി പോകും, അതുകൊണ്ടാണ് നമ്മൾ ആദ്യം കുറച്ച് ഒഴിക്കുന്നത്. നന്നായിട്ട് ബീറ്റ് ചെയ്ത് ആ ലംസൊക്കെ കളയാം. ഇപ്പോൾ കോളിഫ്ലവർ ഈ ബാറ്ററിൽ ഡിപ്പ് ചെയ്തിട്ട് എടുക്കുമ്പോൾ അതുമേൽ കുറച്ചൊരു കോട്ടിങ് നിൽക്കണം. ഒരുപാട് തിക്കല്ല, എന്നാലും ഒരു കോട്ടിങ് നന്നായിട്ട് നിൽക്കണം. ഫുള്ള് ഡ്രിപ്പ് ചെയ്ത് പോകാൻ പാടില്ല. ഇനി ഈ ബാറ്ററിലേക്ക് ഫ്രൈ ചെയ്ത ആ കൊത്തിയരിഞ്ഞ സവാള ഇട്ട് കൊടുക്കണം. അതിനുവേണ്ടി ചെറിയൊരു പാനിൽ 2 ടേബിൾ സ്പൂൺ ഓയിൽ ചൂടാക്കി ആ കൊത്തിയരിഞ്ഞ സവാള ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി ഒരു ഗോൾഡൻ ബ്രൗൺ കളറാക്കി എടുക്കാം. ഒരുപാട് ഡാർക്കായി പോവാണ്ട് ശ്രദ്ധിക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ ഇതുപോലെ. അപ്പോൾ ഇതിൽ നിന്ന് കോരി ആ ഫ്രൈ ചെയ്ത സവാള നമ്മൾ ബാറ്ററിയിലേക്ക് ചേർക്കാൻ പോവുകയാണ്. അപ്പോൾ പാനിൽ നിന്ന് ആ ഫ്രൈ ചെയ്ത സവാള മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. ഓയിൽ കുറച്ച് ബാക്കി വരും, അത് മാറ്റി വയ്ക്കാം, പിന്നെ ഗ്രേവി ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഈ സ്റ്റേജിൽ 2 പിഞ്ച് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കണം. അപ്പോൾ ബേക്കിംഗ് പൗഡർ ഫ്രൈ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാൻ പാടുള്ളൂ, കുറേ നേരത്തെ ഇടരുത്. എന്നിട്ട് എണ്ണ ചൂടായി വരുന്നുണ്ട്. ഇനി നമുക്ക് കോളിഫ്ലവർ ഇതിലേക്ക് മുക്കി കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, നല്ലൊരു സെമൈ തിക്ക് കോട്ടിങ് നിൽക്കുന്നുണ്ട്, ഫുള്ള് ഡ്രിപ്പ് ഓഫ് ചെയ്യണില്ല, എന്നാൽ ഒരുപാട് കട്ടിയും പാടില്ല. ഇനി ചൂടായ എണ്ണയിൽ ഇതിട്ട് ബാച്ചസ് ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയിൽ ഇട്ട ഉടനെ ഇത് ഇളക്കി കൊടുക്കരുത്, അല്ലെങ്കിൽ ആ ബാറ്റർ അപ്പം തന്നെ ഊരിപ്പോവും. കുറച്ച് നേരം സെറ്റ് ആവാൻ സമയം കൊടുക്കണം. അതിനുശേഷം ചെറുതായിട്ടൊന്ന് തിരിച്ചും മറിച്ചും ഒക്കെ കൊടുക്കാം. അതുപോലെ ഒട്ടിപ്പിടിച്ച പീസസ് ഒക്കെ സെപ്പറേറ്റ് ചെയ്യാം. എണ്ണ അത്യാവശ്യം ചൂടായതിനു ശേഷം മാത്രമേ ഇടാവൂ, അല്ലെങ്കിൽ ക്രിസ്പ് ആവൂല. അതുപോലെ ഒരുപാട് ഹൈ ഫ്ലെയിം ആവുകയാണെങ്കിൽ ഇടയ്ക്കൊന്ന് കുറച്ച് കൊടുക്കണം. അങ്ങനെ ഒരു നല്ല ക്രിസ്പി ഗോൾഡൻ ബ്രൗൺ കളറാവുമ്പോൾ വേഗം എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ബാച്ചസ് ആയിട്ട് ഫ്രൈ ചെയ്യാം. ഒരു ചെറിയ ചീനച്ചട്ടിയിലാണ് ഞാൻ ഈ പ്രോസസ്സ് ചെയ്യുന്നത്, അതുകൊണ്ട് ഒരുപാട് ഓയിൽ വേസ്റ്റ് ആവില്ല. അടുത്ത ബാച്ച് ഇടുന്നതിന് മുമ്പ് ആ എണ്ണയിലുള്ള തരികളും കോരി മാറ്റണം. പിന്നെ ഓയിൽ യൂസേജ് കുറയ്ക്കാൻ നോക്കുകയാണെങ്കിൽ എയർ ഫ്രയർ യൂസ് ചെയ്യാം. പക്ഷേ ഇവിടെ ബാറ്റർ കുറച്ചും കൂടി തിക്കായിരിക്കണം, എന്ന് വെച്ചാൽ വെള്ളം കുറവായിരിക്കണം. അതും ബാച്ചസിൽ ചെയ്യണം. ഒരു 180 ഡിഗ്രീസിൽ ഒരു 20 മിനിറ്റ്സ് ചെയ്യാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഫ്രൈ ചെയ്തതിന് ശേഷം അതിലൊന്ന് ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം. പിന്നെ പകുതി സമയമാകുമ്പോൾ അത് മറിച്ചിട്ട് കൊടുക്കണം, പിന്നെയും ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം. നന്നായി ക്രിസ്പും ബ്രൗൺ ആയിട്ടൊക്കെ കിട്ടും, പക്ഷെ കുറച്ച് പ്രാക്ടീസ് വേണം. ചെയ്ത് നോക്കാൻ താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ ഇനി ഗ്രേവി ഉണ്ടാക്കാം. ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് നേരത്തെ കൊത്തിയരിഞ്ഞ് സവാള ഫ്രൈ ചെയ്ത ഓയിൽ ഉണ്ടായിരുന്നില്ലേ, അത് ചേർത്ത് കൊടുത്തു. പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഓരോ ടീസ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി കൊത്തിയരിഞ്ഞത് ഇത് ചേർത്ത്, പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതും കൂടി ചേർക്കാം. ചൈനീസ് ഡിഷസിന് സവാള കൂടുതൽ നേരം കുക്ക് ചെയ്യാറില്ല, ഒന്ന് ചെറുതായിട്ട് സോഫ്റ്റ് ആയാൽ മതി. ആ ലെയേഴ്സൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആയാൽ മതി. എന്നിട്ട് ഇതിലേക്ക് പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം.
ക്യാപ്സിക്കത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഒരു അര ചെറിയ ക്യാപ്സിക്കം ഒന്ന് ഡൈസ് ചെയ്തതോ സ്ക്വയർസ് ആക്കിയതോ ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ ഒപ്പം. പിന്നെ വെജിറ്റബിൾ സ്റ്റോക്ക് ക്യൂബിൻ്റെ ഒരു അര പീസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒരു നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് സോസസ് ഇട്ട് കൊടുക്കണം. ഗ്രീൻ ചില്ലി സോസ്, ലൈറ്റ് സോയ സോസ്, പിന്നെ ടൊമാറ്റോ കെച്ചപ്പ്. ഈ 3 സോസസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ 1 മുതൽ 1.25 കിലോ കോളിഫ്ലവറിനുള്ള ഗ്രേവിയാണ് ഉണ്ടാക്കുന്നത്. എങ്ങനെ നിങ്ങൾ കുറവ് കോളിഫ്ലവർ ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതനുസരിച്ച് സോസസ് ഒക്കെ കുറയ്ക്കണം, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഉപ്പ് കൂടി പോകും. അപ്പോൾ ഈ ഒരു അളവിനുള്ളതാണ് ഇവിടെ എഴുതി കാണിച്ചിരിക്കുന്നത്. സോസസ് ഒക്കെ ചേർത്ത് കുറച്ച് വെള്ളം കൂടി ചേർക്കണം, നമുക്ക് ആവശ്യമുള്ള അത്രയും ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഗ്രേവി ഒന്ന് തിക്കാവാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ മെൻഷൻ ചെയ്യാനുള്ളത് ഗ്രേവിയുടെ കളർ യൂസ് ചെയ്യുന്ന സോയ സോസിൻ്റെ കളർ അനുസരിച്ചിരിക്കും. നാട്ടിൽ കിട്ടുന്ന പോപ്പുലർ ബ്രാൻഡ് ചിങ്സ് വളരെ ഡാർക്കാണ്. അതുമിൽ ഡാർക്ക് സോയ സോസ്, ലൈറ്റ് സോയ സോസ് ഒന്നും ലേബിൾ ചെയ്തിട്ടില്ല, പക്ഷെ അതൊരു ഡാർക്ക് സോയ സോസാണ്. ലൈറ്റ് സോയ സോസ് എന്ന് പ്രത്യേകിച്ചും എടുത്ത് ലേബിൾ ചെയ്തേക്കണ സോയ സോസ് വാങ്ങിക്കാൻ നോക്കണം. അപ്പോൾ അതെ, ഇവിടെ ഞാൻ ഉണ്ടാക്കുന്ന ഗോബി മഞ്ചൂരിയന് ലൈറ്റ് സോയ സോസാണ് ഉപയോഗിക്കുന്നത്. അതിനൊരു പ്ലീസിങ് കളറായിരിക്കും കുറച്ചും കൂടി. പിന്നെ ടേസ്റ്റും നോക്കണം, ഒരുപാട് ഉപ്പ് കൂടിയതല്ലാന്ന്. ഉപ്പ് കൂടിയതാണെങ്കിൽ അതനുസരിച്ച് കുറവേ ചേർക്കാവൂ. ആക്ച്വലി മാർക്കറ്റിൽ ഒരുപാട് വെറൈറ്റീസ് ഓഫ് സോയ സോസ് ഉണ്ട്. നമ്മുടെ ആവശ്യം അനുസരിച്ചിട്ട് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഗ്രേവി പാകത്തിന് തിക്കായതിന് ശേഷം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം, ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ സെർവ് ചെയ്യണതിന് തൊട്ട് മുമ്പ് ചിക്കൻ ചേർക്കുന്നതാണ് എപ്പോഴും നല്ലത്. വേണമെങ്കിൽ പ്ലാറ്ററിലേക്ക് ചിക്കൻ ഇട്ടിട്ട് ഗ്രേവി അതിൻ്റെ മുകളിലും ഒഴിച്ചു കൊടുക്കാം. ഇനി സ്പ്രിംഗ് ഓണിയൻ ഗ്രീൻസും കുറച്ച് കൊത്തി അരിഞ്ഞ മല്ലിയിലയും കൂടി ചേർക്കാം. ഇത് ഇവിടെ ഞാൻ ആ സെക്കൻഡ് ബാച്ച് ലൈറ്റ് കളർ സോയ സോസ് വെച്ച് ഉണ്ടാക്കിയ ഗ്രേവിയാണ് കാണിക്കുന്നത്. സെയിം ആ ലുക്കിനൊരു ഡിഫറൻസ് ഉണ്ടെന്നുള്ളൂ. പിന്നെ സോയ സോസ് അനുസരിച്ച് ഫ്ലേവർ കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും. ഗോബി മഞ്ചൂരിയൻ റെഗുലറായിട്ട് ഇവിടെ വീട്ടിലുണ്ടാക്കാറുള്ളതാണ്, എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. ഇപ്പോഴൊക്കെ മിക്കപ്പോഴും എയർ ഫ്രയറിൽ വെച്ചിട്ടാണ് ഗോബി ഫ്രൈ ചെയ്യുന്നത്. അത് കുറച്ച് പ്രാക്ടീസ് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ക്രിസ്പായിട്ട് കിട്ടും കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. റെസിപ്പി ട്രൈ ചെയ്ത് നോക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാന.